ഹലോ എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാം കേരള പാഠാവലി മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോയുടെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. നിങ്ങൾ അത് കാണുക. ഈ വീഡിയോയുടെ ആദ്യത്തെ പ്രവർത്തനം നോക്കാം. ഇവിടെ നമുക്ക് വരികളാണ് പാഠഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത്. ഉണ്ടിരിക്കുന്നവൻ വായൻ തുറന്നങ്ങും മിണ്ടാതിരുന്ന ഉരുളയും കൈക്കൊണ്ടു, കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നൊരു തണ്ടിക ഭാവയെ പോലിരുന്നിടുന്നു. ഇതാണ് നമ്മുടെ കവിതയിലെ ഒരു പാഠഭാഗമാണ്. നമ്മളോട് ചോദിച്ചത് വായുവില്ലാത്ത ലോകം, അത് നമ്മൾ പഠിച്ചിട്ടുള്ള പാഠഭാഗമാണ്. പെട്ടെന്നൊരു നിമിഷം ഭൂമിയിൽ വായു സഞ്ചാരം ഇല്ലാതായി. ഓക്കെ, അപ്പോഴുണ്ടായ കാഴ്ചകളാണ് കുഞ്ചൻ നമ്പ്യാർ വായുവില്ലാത്ത ലോകം എന്ന പാഠഭാഗത്തിൽ വിവരിക്കുന്നത്. വായുവില്ലാതായപ്പോൾ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പാഠഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിവരണം നമ്മളോട് തയ്യാറാക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആ ഒരു പാഠം നിങ്ങൾ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കണം. ചോദ്യം ഇതാണ്: ഊണ് കഴിച്ചു കൊണ്ടിരിക്കുന്നയാൾ കയ്യിൽ ഉരുളയും പിടിച്ച് വായം തുറന്ന പടിയിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുന്നവരാകട്ടെ കെട്ടിത്തൂക്കിയ പാവകളെ പോലെ കണ്ണും ഇഴിച്ചിരിക്കുന്നു. മുണ്ടെടുത്തുകൊണ്ടിരിക്കുന്നവൻ മുണ്ട് ഞൊറിഞ്ഞു പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തണ്ടെടുത്തും കൊണ്ട് ഓടിയവനാകട്ടെ ഒരു കുഴിയിൽ തടി പോലെ മറിഞ്ഞു കിടക്കുന്നു. വെള്ളത്തിൽ മുങ്ങിയവർ വെള്ളത്തിൽ തന്നെ മുങ്ങിക്കിടക്കുന്നു. കളിക്കാൻ എണ്ണ തേച്ചു കൊണ്ടിരിക്കുന്നവർ അതേപടി കണ്ണെഴുതിക്കൊണ്ടിരിക്കുന്നവർ അങ്ങനെയും നിലകൊണ്ടു. കന്നി കോരി കുടിക്കുവാൻ തുടങ്ങിയവർ പാത്രത്തിലേക്ക് മുഖവും താഴ്ത്തി അനങ്ങാതിരിക്കുന്നു. പാട്ടുപാടുന്നവർ കൈ ചെവിക്കൽ വെച്ച് വായും തുറന്നു നിൽക്കുകയാണ്. മദ്ദളം കൊട്ടുന്ന വിദ്വാനാകട്ടെ കഴുത്തിലിട്ട മദ്ദളവുമായി നിശ്ചലമായി നിന്നു. കുഴൽ വിളിക്കാരൻ കുഴലും പിടിച്ച് കാലുമകത്തി നിൽക്കുന്നു. ഇങ്ങനെ സർവ്വജനങ്ങളും നിശ്ചലമായി നിന്നുപോയി. ഓക്കെ, അന്നേരം ആ ഒരു ഭൂമിയിലുണ്ടായ അവസ്ഥകളാണ് ഇവിടെ കുഞ്ചൻ നമ്പ്യാരോട് വിവരിക്കുന്നത്. ഓക്കെ, നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട്, അല്ല എല്ലാ അവസ്ഥകളിലും പോയിട്ടുണ്ട്. മുണ്ടെടുത്തവരാണെങ്കിൽ മുണ്ട് നിറഞ്ഞെടുത്ത രീതിയിലാണ്, പാടുന്നവരാകട്ടെ അവരുടെ ചെവിയിൽ ഇങ്ങനെ കൈ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുപോലെ എല്ലാവരുടെ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മൾ കന്നി വിടുമ്പോൾ അവരവരുടെ പാത്രത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ഇനി അടുത്തൊരു ചോദ്യമാണ്: വിസ്മയം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വിസ്മയം അല്ലേ, വിസ്മയം എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ഭുതം എന്നാണ്. സങ്കടം, സന്തോഷം ഒന്നല്ല, അത്ഭുതം. ഇനി പ്രവർത്തനം 2 കഥാപാത്ര നിരൂപണം. അല്ലാഹു അക്ബർ എന്ന് കൈകൾ രണ്ടും ഉയർത്തി നെഞ്ചത്ത് കെട്ടാൻ പോകുമ്പോൾ ദാ കിടക്കുന്നു നേരെ കൺമുൻപിൽ ഒരു നീർനാഗം. പാപ്പ നമസ്കാരം പൂർത്തിയാക്കി. കേട്ടോടി പാവപ്പെട്ട നീർക്കോലിക്കുഞ്ഞ് നീർനാഗം. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത്. നീർനാഗം എന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ് ബഷീറിൻ്റെ ബാപ്പ. മുകളിൽ നൽകിയ സൂചനകളും പാഠഭാഗവും വിലയിരുത്തി ബഷീറിൻ്റെ ബാപ്പയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. വൈക്കം മുഹമ്മദ് ബഷീർ നീർനാഗം എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ബഷീറിൻ്റെ ബാപ്പ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീർനാഗം എന്ന് പറയുന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ബഷീറിൻ്റെ ബാപ്പ. വളരെ നല്ല സ്വഭാവ സവിശേഷതകൾക്ക് ഉടമയാണ് അദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്ര നിരൂപണം നിങ്ങൾ പഠിച്ചു പോവുക, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. തടിക്കച്ചവടക്കാരനായ അദ്ദേഹം വളരെയധികം ചിട്ടയോടെ ജീവിക്കുന്നവനാണ്. സ്നേഹസമ്പന്നനായ പിതാവായിരിക്കുമ്പോഴും മക്കളുടെ തെറ്റുകളെ അദ്ദേഹം ഉടൻ തന്നെ തിരുത്താൻ സന്നദ്ധ കാണിക്കുന്നുമുണ്ട്. ഉച്ച നമസ്കാരത്തിന് വീട്ടിലെത്തി ബാപ്പ നിസ്കാരം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ബഷീർ പിടിച്ചുകൊണ്ടുവന്ന നീർക്കോലി മുന്നിൽ വന്ന് വീണത്. പക്ഷേ അദ്ദേഹം നമസ്കാരം പൂർത്തിയാക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസം എത്രത്തോളം വലുതായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. ബഷീറാണ് നീർക്കോലിയെ പിടിച്ചുകൊണ്ടുവന്നതെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ബഷീറിനെ വിളിപ്പിച്ചു. നീർക്കോലിയെ ചൂണ്ടി അതെന്താണെന്ന് ചോദിച്ചപ്പോൾ നീർനാഗമെന്ന് ബഷീറിൻ്റെ മറുപടി അദ്ദേഹത്തെ ചിരിയാണ് ഉണർത്തിയത്. ബഷീറിൻ്റെ ഉമ്മയോട് അതേപ്പറ്റി പറയാൻ അദ്ദേഹം ചിരിക്കുന്നുമുണ്ട്. ബഷീറിൻ്റെ ബാപ്പയുടെ നർമ്മബോധമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നീർക്കോലിയെ പിടിച്ചുകൊണ്ട് വന്നതിന് അദ്ദേഹം ബഷീറിനെ ശിക്ഷിക്കുകയും ചെയ്യുന്നുമുണ്ട്. അതിനുശേഷം ബഷീറിനെയും കൂട്ടി തോട്ടിൻ്റെ അടുത്ത് ചെന്ന് ആ നീർനാഗത്തെ മോചിപ്പിക്കുന്നു. ഒപ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം, ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ നമ്മൾ ഒന്നിനെയും കാരണം കൂടാതെ ഉപദ്രവിക്കരുത് എന്ന് ബഷീറിൻ്റെ ഉപ്പ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സഹജീവി സ്നേഹത്തിൻ്റെ തെളിവാണ്. പിൽക്കാലത്ത് എല്ലാ ജീവികളെയും ഭൂമിയുടെ അവകാശികളായി കണ്ടവനാണ് ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ. നമുക്കറിയാം, ഈ മനോഭാവം ബഷീറിൽ രൂപപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ബാപ്പയുടെ സ്വാധീനം കൊണ്ടാണെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. സോ നമുക്ക് ബഷീറിൻ്റെ ബാപ്പയെക്കുറിച്ചൊരു ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ ഒരു കഥാപാത്ര നിരൂപണം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ട് എഴുതാവുന്നതാണ് അല്ലേ. ഈ ഒരു കാര്യം നിങ്ങൾ വായിച്ച് പഠിച്ചു പോവുക. ഇനി ഇതിൽ ബി ചോദ്യമാണ്: മാതൃക പോലെ എഴുതുക. ഇവിടെ കൊടുത്തിരിക്കുന്ന മാതൃക ഇതാണ്: മിണ്ടിയില്ല. മിണ്ടിയില്ല എന്നതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: മിണ്ടി പ്ലസ് ഇല്ല എന്ന് എഴുതാം. അതുപോലെ കൊട്ടയുമില്ല, കൊട്ടയും ഇല്ല എന്ന് എഴുതാം. ഓക്കെ, ഇനി പ്രവർത്തനം 3 നമ്മൾ കടക്കുകയാണ്.
കൂട്ടിലടയ്ക്കപ്പെട്ടതിൽ വളരെയധികം ദുഃഖിക്കുകയും ഒടുവിൽ ഹൃദയം പൊട്ടി മരിക്കുകയും ചെയ്ത വാനമ്പാടി ഡെയ്സി ചെടി എന്ന കഥയിൽ നമ്മൾ കണ്ടുവല്ലോ. കഥയിലെ വാനമ്പാടിയുടെ ജീവിതവും താഴെ തന്നിരിക്കുന്ന കവിതാ ശലകങ്ങളും ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന കവിത ഇതാണ്. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ. ഇത് ബാലാമണി അമ്മയുടെ ഒരു കൃതിയിലെ വരികളാണ്. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ. നോക്കാം നമുക്ക്. ഡെയ്സി ചെടി എന്ന കഥയിലെ വാനമ്പാടി പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചും പാട്ടുപാടിയും നീലാകാശത്തിൽ സന്തോഷത്തോടെ പറന്നു നടന്നിരുന്ന പക്ഷിയായിരുന്നു. എന്നാൽ കൂട്ടിലടയ്ക്കപ്പെട്ടതോടെ അതിൻ്റെ സന്തോഷമെല്ലാം ഇല്ലാതായി. അത് തനിക്ക് നഷ്ടമായ ആഹ്ലാദത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചോർത്ത് വിലപിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെയും തൻ്റെ അവസ്ഥയിൽ സങ്കടപ്പെട്ടും ആ പക്ഷി ഹൃദയം പൊട്ടി മരിച്ചു. ഈ വാനമ്പാടിയെ പോലെ തന്നെയാണ് എല്ലാ പക്ഷികളും. വിശാലമായ ആകാശത്ത് പാറിപ്പറന്നു നടക്കുന്നതാണ് അവയ്ക്കിഷ്ടം. കൂട്ടിലടയ്ക്കപ്പെടുന്നത് അവയെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമാണ്. സ്വാതന്ത്ര്യത്തോടെ പറന്നു നടക്കുന്ന കിളികളെ പിടിച്ച് കൂട്ടിലടയ്ക്കാൻ മനുഷ്യർക്ക് യാതൊരു അവകാശവുമില്ല. അവയ്ക്ക് ഈ ഭൂമിയിൽ തങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ അവകാശമുണ്ട്. ഓക്കെ ആണല്ലോ. ഇതിലെ ഒരു ബി ക്വസ്റ്റ്യൻ ആണ്. ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻ മരമാണ്, നിൻ്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. ഇതാരുടെ വാക്കുകളാണ്? ഡെയ്സി ചെടിയുടെ ആണോ, സൂര്യൻ്റെ ആണോ, വാനമ്പാടിയുടെയാണോ? വാനമ്പാടിയുടേതാണ്. ഓക്കെ ആണല്ലോ. നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ മാത്രമേ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഈ ചോദ്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ 5ാം ക്ലാസ്സിൻ്റെ ഒരുപാട് വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്